എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും പരമസുഖം, നന്നായി പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടൂരയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് നാളായി കുറേ പേര് എന്നോട് ചോദിക്കുന്ന റെസിപ്പിയാണത്. മെയിലുകളായിട്ട് എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ മടി പിടിച്ച് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു. ഇനി നീട്ടി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അത് ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ വെർഷൻ എങ്ങനെയാണ് ബട്ടൂര ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബട്ടൂര കുഴച്ച് വെക്കണം. ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ്, ഞാൻ ഏത് കപ്പിലാണ് അളക്കുന്നത് ആ കപ്പിൽ തന്നെയാണ് എല്ലാത്തിൻ്റെ അളവ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കപ്പിൽ, അതായത് ഈ ഗ്ലാസ്സിൽ ഞാനൊരു 3/4 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയിട്ടുള്ള കട്ടി തൈരാണ്, അല്ലാണ്ട് മോരല്ല കേട്ടോ. 3/4 കപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഞാനിവിടെ ബട്ടൂരയും ചെയ്യാൻ പോകുന്നത്. ലിക്വിഡിലോട്ടാണ് നമ്മൾ പൊടിയൊക്കെ ഇടാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പം ഞാനിതിലോട്ട് 1/4 ഗ്ലാസ് പാൽ ആദ്യം ഒഴിക്കാൻ പോവുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാലും നമുക്ക് ബട്ടൂര പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും ഉപ്പും തൈരും പാലും തമ്മിൽ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. അപ്പം ഞാനിവിടെ 1/2 ഗ്ലാസ്, നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അളന്നിരിക്കുന്നത് അതേ സെയിം അളവുള്ള ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്, താഴത്ത് തട്ടുമ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള 1/2 ഗ്ലാസ് ആട്ട, 1/2 ഗ്ലാസ് ആട്ട എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1/2 ഗ്ലാസ് മൈദയാണ്. അപ്പോൾ ഈ അരിപ്പയിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് മൈദ. അപ്പോൾ ആട്ടയായി മൈദയായി. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറാണ്. 3/4 ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നിർബന്ധമില്ല. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്ര ആയല്ലോ. ഇത് നമുക്ക് നന്നായി അങ്ങ് അരിച്ച് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും ആട്ടയും തമ്മിൽ യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലോട്ട് അങ്ങ് അരിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ കൂട്ട് ഞാൻ 2 തവണ അരിപ്പേ കൂടെ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൈര് എടുത്ത് വെച്ചിട്ടില്ലേ, തൈരും പാലും ഉപ്പും പഞ്ചസാരയും ചേർന്നുള്ള മിശ്രിതം, ആ മിശ്രിതം എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 സ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറില്ലേ, ചപ്പാത്തിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, ഞാൻ എൻ്റെ റെസിപ്പി വെച്ചിട്ട് ചപ്പാത്തിയും പൂരിയും സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ തൈരിലോട്ടാണ് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി, അതായത് ആട്ട എടുത്തിട്ടുണ്ട്. സാധാരണ ബട്ടൂരയിൽ മൈദ മാത്രമാണ് യൂസ് ചെയ്യാറ്. ഞാനിവിടെ ആട്ട എന്തിനാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൂര ഒന്ന് പരത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കപ്പ് ആട്ട യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദ മാത്രം യൂസ് ചെയ്യണമെങ്കിൽ മൈദ മാത്രം യൂസ് ചെയ്താലും മതി, ഒരു നിർബന്ധമില്ല ആട്ട എടുക്കണമെന്ന്. അതുപോലെ തന്നെ മൈദ ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ ആട്ടയിൽ മാത്രം സെയിം റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ആ ബട്ടൂരയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല എങ്കിൽ പോലും നല്ലതായിട്ട് പൊന്തി വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ആട്ട വെച്ചും സെയിം റെസിപ്പി ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അല്ലാതെ ഇതിൽ ഈസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ ഈസ്റ്റാണ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ തൈരിലോട്ട്, ഞാൻ തൈരിൻ്റെ മിക്സർ ഉണ്ടായിരുന്നില്ലേ, ആ തൈരിൻ്റെ മിക്സിലോട്ട് ആ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. പക്ഷേ ഞാൻ ഈസ്റ്റ് പ്രിഫർ ചെയ്യാറില്ല, എപ്പോഴും അതിലോട്ട് ബേക്കിംഗ് പൗഡർ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഇനി നമുക്ക് കൈ ഉപയോഗിക്കാം, സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത്. സാധാരണ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് കുഴയ്ക്കാറ് പതിവ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് സോഫ്റ്റായി എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഇച്ചിരി കട്ടിയിൽ വേണം നമ്മളിത് കുഴച്ച് വെക്കാൻ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ഭയങ്കര നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇതുപോലെ തന്നെ കുറച്ച് ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കാം.
കുഴച്ച് വന്നപ്പോൾ മനസ്സിലായി ഇത്ര പാല് പോരാന്ന്. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസും കൂടെ പാലൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 1/4 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന ലിക്വിഡിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആട്ടയുടെ ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര ഒഴിച്ചു എന്ന് വെച്ചിട്ട് എല്ലാവരും ഉപയോഗിക്കുമ്പോഴും അത് കറക്റ്റ് അളവാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ആദ്യം തന്നെ 3/4 ഗ്ലാസ് തൈരും 1/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. പോരാന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ തന്നെ 1/4 ഗ്ലാസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുഴച്ച് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇച്ചിരി അത്ര സോഫ്റ്റ് അല്ല, ഇച്ചിരി ഹാർഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡോവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എൻ്റെ പ്രോഡക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. കാരണം 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ റെഡി ആവും. പക്ഷേ ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി വന്നു എന്ന് വിചാരിക്കുക. ബാക്കി വന്നു കഴിഞ്ഞാൽ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ പുറത്തെടുത്ത് ജസ്റ്റ് ഓവനിൽ 10-20 സെക്കൻഡാണ് കേട്ടോ, മിനിറ്റ് അല്ല, സെക്കൻഡ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റാം. അതിനുശേഷം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ബട്ടൂര പോലെ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മതി. ഒന്നതിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും ആവത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വെറ്റായിട്ടുള്ള കിച്ചൺ ടവൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പൊതിഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് ഒരു സ്ഥലത്ത്, ഒരു ഇച്ചിരി വാമായിട്ടുള്ള സ്ഥലത്ത് ഇത് പൊന്താൻ വേണ്ടി 1-2 മണിക്കൂർ, ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ വയ്ക്കാൻ പോകുന്നത്. 2 മണിക്കൂറിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കടായി എടുക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. അത്ര മതി. വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം ചൂടാവട്ടെ കേട്ടോ. ഈ ഓയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ബട്ടൂര പരത്തിയെടുക്കാം. നമ്മുടെ മാവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇത് ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലിയ ബട്ടൂരയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കണം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി കൊടുക്കുക. ഞാൻ ചെറിയ ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്, വലുതല്ല കേട്ടോ. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് 2 തരത്തിൽ നമുക്ക് പരത്താൻ പറ്റും. എണ്ണ വെച്ചും പരത്താം, അതുപോലെ തന്നെ മാവ് വെച്ചിട്ടും പരത്താം. ഞാനിപ്പോൾ ഇവിടെ 2 ടൈപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എണ്ണ വെച്ച് പരത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരത്താൻ ഭയങ്കര പാടാണ്. അതേസമയം മാവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മാവ് ഉള്ള നമ്മളെ ബട്ടൂര എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ നിറച്ച് മാവായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് മാവിൽ മാത്രം ബട്ടൂര പരത്തിയെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരുപാട് മാവാവാൻ പാടില്ല. ഒരുപാട് മാവായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മാവിൽ ഇതൊന്ന് മാക്സിമം എത്രത്തോളം പരത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഷേപ്പിനെ പറ്റി വറിയൊന്നും ചെയ്യണ്ട. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഹോട്ടലിലല്ലല്ലോ, വീട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇത് മാക്സിമം പരത്തുക. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്നെസ് കുറയ്ക്കാൻ പാടില്ല. എല്ലാ സൈഡും ഈവൻ ആയിട്ടിരിക്കണം തിക്നെസ്. അപ്പോൾ ഓവൽ ഷേപ്പ് ആയാലോ റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സാണ്. നടുവിലാണെങ്കിലും സൈഡിലാണെങ്കിലൊക്കെ ഒരേ തിക്നെസ്സാണ്. അങ്ങനെ വേണം. അതേസമയം നമ്മൾ നടുവിൽ തിക്നെസ് കൂടിയിട്ട് സൈഡിൽ തിക്നെസ് കുറയാനും പാടില്ല, അതേപോലെ തന്നെ തിരിച്ചും ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബട്ടൂര ഒരുപോലെ പൊന്തി വരില്ല. അത് സൂക്ഷിക്കുക. അത് മാത്രമല്ല ഇപ്പോൾ ഇത് പരത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ അധികം പൊടിയില്ല. ഇതിപ്പോൾ നമ്മൾ എണ്ണയിലിട്ടാലും എണ്ണയിലോട്ട് പൊടി വീഴാൻ മാത്രമുള്ള പൊടിയില്ല. വളരെ കുറച്ച് പൊടി വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് പൊടി ഇട്ടാൻ പാടില്ല കേട്ടോ. അത് ഒരുപാട് പൊടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായി അങ്ങ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയിൽ ഈ പൊടി വീണിട്ട് എണ്ണ ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ബട്ടൂര എല്ലാം പരത്തിയെടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ അത് താഴേന്ന് മുകളിലോട്ട് പൊന്തി വരും. ആ സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എണ്ണ പാകമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതേസമയം ഇട്ട വശം തന്നെ പൊന്തി വരുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ, അത് ഭയങ്കരമായിട്ട് ചൂടായിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതേസമയം താഴെ തന്നെ കിടക്കണമെങ്കിൽ ചൂടായിട്ടില്ല, ഇനിയും ആവാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. മുകളിലോട്ട് പൊന്തി വന്നിട്ടില്ല, താഴെ തന്നെ കിടക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂര ഇട്ട് കൊടുക്കുക. ബട്ടൂര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ കൂടെ ഇങ്ങനെ ഇടണം. താഴെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം ബട്ടൂര. എന്നിട്ട് പതുക്കെ ഇതുകൊണ്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അത് പൊന്തി വരുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊന്തി വരില്ല. കണ്ട മൊത്തത്തിൽ പൊന്തി വന്നതുണ്ട.
അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, എളുപ്പമാണ്, അങ്ങനെ പൊന്തി വരും. അപ്പോൾ 2 മീഡിയം തീയിലിട്ടിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ അതങ്ങ് കോരിയെടുക്കാം. ചിലർ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ അതിൽ റവ ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ റവ ചേർക്കാറില്ല. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ക്രിസ്പാവും. എനിക്ക് എൻ്റെ ബട്ടൂര കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്പി ബട്ടൂരയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം റവ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടൂര ഒരുപാട് തിക്കാവാനും പാടില്ല, അതേസമയം ഒരുപാട് തിന്നാവാനും പാടില്ല കേട്ടോ. ഒരു മീഡിയം തിക്നെസ് വേണം നമ്മുടെ ബട്ടൂരയ്ക്ക്, എന്നാലാണ് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണയിലോട്ട് രണ്ടാമത്തെ ബട്ടൂര നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുകൊണ്ട് അങ്ങനെ ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങ് പൊന്തി വരും. ഇപ്പോൾ നമ്മൾ അടിപൊളി ബട്ടൂര റെഡി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബട്ടൂരയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ചോലയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള കറി അതനുസരിച്ച് അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെടുക്കുക, നന്നായി എണ്ണ പോയതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ബട്ടൂര? അടിപൊളിയായിട്ടില്ലേ? ഇതുപോലെ ബാക്കിയുള്ള ബട്ടൂരയെ വറുത്തെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ നമ്മളെ ബട്ടൂര ഉണ്ടാക്കാൻ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്